ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിന് ബേബി ഉണ്ടായിട്ടോ. അന്നേരം ആ വിശേഷങ്ങളും പിന്നെ നമ്മുടെ അക്കീക്കാൻ്റെ വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇത് ദിവസം വന്നിട്ട് നമ്മൾ റമളാൻ 28-ൻ്റെ അന്നാണ്, 28ാമത്തെ നോമ്പിൻ്റെ അന്നാണ് ബേബി ഉണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ ഈ ഓടിപ്പോയാണ് ദുവ. എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്, ഇത്താൻ്റെ മോളാണ് കേട്ടോ. അവളായിരുന്നു നമുക്ക് അപ്പാടെ നേരമ്പോക്കിനുണ്ടായിരുന്നത്. ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് വലിയ നേരമ്പോക്കുണ്ടാകില്ലല്ലോ. അങ്ങനെ അവളുമായിട്ട് കുറേ ഞങ്ങൾ കളിച്ചു കേട്ടോ. പിന്നെ അമാനും ബോറടിച്ച്, മക്കളെല്ലാവരും ബോറടിച്ച്. നമ്മൾ റമളാനും കൂടി ആയതുകൊണ്ടിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അൽഹംദുലില്ലാ ബേബി ഉണ്ടായി. ബേബി ഗേളാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ ബേബീനെ തന്നു കേട്ടോ അവർ. മാഷാ അല്ലാഹ്. ബേബീനെ അങ്ങനെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ചൊരു ഉള്ളൊരു ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ ബ്രദർ വന്നിട്ട് ബേബിക്ക് തൊട്ട് കൊടുക്കുകയെന്ന്. അതെല്ലാം കഴിഞ്ഞ് ബേബിയുടെ പേരാണ് എയ്സൽ മറിയം. പിന്നെ അടുത്ത് വന്നിട്ട് അക്കീക്കാടയാണ്. നമ്മളന്നേരം ഓളുടെ വീട്ടിലേക്ക് പോകുകയെന്ന്. നിങ്ങൾക്കറിയാലോ, എനിക്ക് 2 മക്കളാണുള്ളത്, അമീനും അമാനും. മൂത്തവൻ ഇൻട്രോവേർട്ടാണ് കേട്ടോ, രണ്ടാമത്തവൻ അതിലേ കൂട്ടി എക്സ്ട്രോവേർട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത മോൻ. അങ്ങനെ ആരോടും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമാൻ വന്നപാടെ ബേബിയുടെ അടുത്ത് പോയി അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ അക്കീക്കാൻ്റെ മുടി കളയുന്നതിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇതാണ് നടക്കുന്നത്. അങ്ങനെ മുടിയെല്ലാം കളഞ്ഞ ആൾ നല്ല മൊട്ടച്ചിയായിട്ടിരിപ്പുണ്ട് കേട്ടോ, പാവം. അല്ലെങ്കിലും മക്കൾക്ക് മുടി ഉള്ളതല്ലേ ഒരു രസം. മുടി പോയി കഴിയുമ്പോഴത്തേ മക്കൾക്ക് വേറെ ഒരു ഷേപ്പാവും. ബേബിക്ക് ഇതുപോലെ പുതച്ച് കിടക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നും അല്ല കേട്ടോ. അങ്ങനെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, അവൾ പുതപ്പിച്ച് കിടത്തിട്ട് പറയാം, നാണം കിടത്തരുത്, അവിടെ കിടന്നോളെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇനി അന്നേരം ജസ്റ്റ് ഒന്ന് ലുലു വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അവിടെ അടുത്തന്ന് താനും എനിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുള്ള ഇതിൽ നമ്മൾ നേരെ ലുലുവിലേക്ക് പോവാന്ന്. പിന്നെ ഗായ്സ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ലുലുവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കളെയൊന്നും കൈപ്പിടിച്ചാൽ കിട്ടില്ല. ആൾ പിന്നെ അവരുടേതായ ലോകത്തായിരിക്കും. അങ്ങനെ ഇതാണ് ഞാൻ ഇന്നിട്ട ഔട്ട്ഫിറ്റ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലുലു എല്ലാം കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ എന്തോ ഫെസ്റ്റ് നടക്കുക, ഈ ടോയ്സ് ഫെസ്റ്റ് പോലെ എന്തോ നടക്കുമായിരുന്നു. അങ്ങനെ ഹോട്ട് വീൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മി പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയുള്ളതൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതിനായിട്ടാകുമ്പോൾ ഏത് വേണമെന്നുള്ളതിന് തിരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തോ ഒന്ന് കണ്ടിട്ട് അയാൾ കയറി വരുന്നുണ്ട്. അമ്മിയാണ് കേട്ടോ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്നയാൾ. അത് നന്നായിട്ട് ഫോട്ടോ എടുത്തു തരും കേട്ടോ. പക്ഷേ ആൾക്ക് ഫോട്ടോൻ്റെ വീഡിയോൻ്റെയൊക്കെ മുമ്പിൽ വരാനായിട്ട് ഭയങ്കര എന്തോ ഒരു ചമ്മലോ എന്തൊക്കെയുള്ള ഈ ഫോട്ടോ ഫേസ് ഇല്ലാത്തൊരു ആളാണ് കേട്ടോ. പക്ഷേ അമ്മാന് നേരെ ഓപ്പോസിറ്റാണ്. ഈ അമ്മി എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അമ്മ വന്നിട്ടുള്ളത്. മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും കൂടി നമ്മൾ ഐസ്ക്രീം എടുത്തു. അതിനെ നമ്മൾ കഴിക്കുകയാണ്. അങ്ങനെ ഒരാൾ തന്നെയല്ല, എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ആരെയാണ് ടേസ്റ്റ് കൂടുതലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം ഉമ്മ എടുത്ത എന്തോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഉമ്മമാരായതുകൊണ്ട് പിന്നെ അത് എല്ലാവർക്കും കൊടുക്കുമല്ലോ. നമ്മളാണെങ്കിൽ ആർക്കും കൊടുക്കില്ല. ഞാനൊന്നും എൻ്റെ മക്കൾക്ക് അത്ര കൊടുക്കുകയൊന്നുമില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ഉമ്മയുടെ അടുത്തുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ ഏതാണ് ടേസ്റ്റ് കൂടുതൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ ഫണ്ടൂരയിൽ കയറാണ്ട് വരികയില്ല. അങ്ങനെ അവന്മാരെ അവിടെ ഫണ്ടൂരയിലൊക്കെ കയറി അവന്മാർ ഗെയിമെല്ലാം കളിച്ച് അതെല്ലാം സെറ്റായി കഴിഞ്ഞ് നമ്മൾ നേരെ ഫാഷൻ സ്റ്റോറിലോട്ട് കയറി കേട്ടോ. നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും എടുക്കാമെന്നുള്ളതിൽ നമ്മൾ അങ്ങോട്ട് പോയി. സത്യത്തിൽ ഗേൾസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഓർണമെൻറ്റ്സിലാണെങ്കിലും അവരുടെ എല്ലാത്തിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബോയ്സിൻ്റെ അകപ്പാടെ പോയിട്ടും ഷർട്ടും ടീഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ബേബിക്കുള്ള ഡ്രസ്സെല്ലാം എടുത്ത് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതിൽ കുറച്ചുകൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് അങ്ങനെ ഓവറായിട്ടൊന്നും അധികം പർച്ചേസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. എന്തായാലും അവിടെ ഒരു മിറർ കണ്ടപ്പോഴത്തേക്കും ഒന്ന് റെഡിയാകാമെന്നോർത്ത് റെഡിയായതാണ്. എങ്കിരിക്കട്ടെ 2 ഫോട്ടോ എന്നും പറഞ്ഞിട്ട് 2 ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ
വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.